ഹലോ ഗൈസ്, അപ്പോൾ വൈകുന്നേരമായിട്ട് ഒരു കോഴിക്കുട്ട തിന്നാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നാൽ വാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി ഉണ്ടാക്കിയ കോഴിക്കുട്ടയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചായ ആയാലോ എന്ന് എഴുതിയിട്ട് ചായയും വെച്ചു. അങ്ങനെ ചായയും കുടിച്ച് ആഹാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ കോഴിക്കുട്ട കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം വേണം. അതായത് തിളച്ച വെള്ളം വേണ്ടി വരും. 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 1 കപ്പ് തിളച്ച വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളിത് തേച്ച് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുഴച്ച് നമ്മുടെ കോഴിക്കുട്ടയ്ക്ക് പാകമായിട്ട് തേച്ച് കൂട്ടിയെടുക്കണം. കാണിച്ചു തരാവേ. ഞങ്ങളുടെ ഇവിടേക്ക് ഇതിനെ കോഴിക്കുട്ടാന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെ നാട്ടിലും പല വിധത്തിലാണ് പറയുന്നത്. ചിലരുടെ അവിടെ ശർക്കര ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കോഴിക്കുട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് പറയാം. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു തരം സ്നാക്കാണിത്. കാരണം ഓയിൽ ഫ്രീ ആയതുകൊണ്ടിട്ടും ഹെൽത്തിയാണ്. ആവിയിൽ വെന്ത പലഹാരമാണല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് സംഭവം വേണ്ടത്. മാവ് നമ്മൾ എന്നിട്ട് ഇതെല്ലാം ഓരോ ഉരുളകളാക്കി പിടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷേപ്പിൽ നമ്മൾ ഉരുട്ടി വെക്കുന്നില്ല. ഇപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഉരുട്ടി വെക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് വേണ്ടുന്ന ഫില്ലിങ്സ് നിറച്ചതിന് ശേഷമാണ് നമ്മൾ നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ചെറുകിയത് എടുക്കുന്നുണ്ട്, ജീരകത്തിൻ്റെ ഇലക്കയിലും പൊടികൾ എടുക്കുന്നുണ്ട്. പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ശർക്കര നീര് വേണം. അതിന് നമ്മൾ ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ ശർക്കര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നീരാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനകത്തേക്ക് നമ്മൾ തേങ്ങ വെള്ളം ചെറുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടി ഇട്ടിട്ട് ആ ശർക്കര പാനിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വിളയിച്ചെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ശർക്കര നീരിനകത്തേക്ക് നമ്മൾ തേങ്ങ ചെറുകിയതും ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വിളയിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ വിളയിച്ചിരിക്കുന്ന പാകം. ഈ വിളയിച്ച തേങ്ങ നമ്മൾക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ആ നേരത്തെ പിടിച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് നമുക്ക് ഒരു കുഴിവ രൂപത്തിലാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ലിങ്സ് നിറച്ചിട്ട് നല്ല ഷേപ്പിന് ഉണ്ടാക്കി ഈ ഇരിക്കുന്ന ഇഡ്ഡലിത്തട്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആവിയായിട്ട് ഒരു 10 മിനിറ്റ് ആവി കിട്ടിയാൽ മതിയാവും. സംഭവം റെഡി ആയിട്ട് വരും. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിനാണല്ലോ മാവ് പൊടി നനയ്ക്കുന്നത്. സോ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. നമുക്കൊരു 10 മിനിറ്റ് കാര്യമാവും. ഇതൊക്കെ ഒന്ന് തേച്ച് കൂട്ടി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ഈസിയാണ് ആൻഡ് ഹെൽത്തിയാണ്. വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉണ്ട എല്ലാം അടുപ്പത്തേക്ക് വെക്കാനുള്ള പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുട്ട കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് കറക്റ്റ് 10 മിനിറ്റ് നമ്മുടെ സംഭവം ആവി കയറി റെഡി ആയിട്ടുണ്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തണുക്കാനുള്ള സമയം കൊണ്ടിട്ട് ഞാനൊരു ചായ ഉണ്ടാക്കിയാലോ എന്ന് എഴുതിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. ചായ ഇല്ല കേട്ടോ, ചായയും കുടിക്കാം. അതിനൊപ്പം ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.